ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം, ഊർജത്തിൻ്റെ ഉറവിടം ശർക്കരേശ്വരി ദേവി. ചിറയൻകീഴ് ദേശവാസികളുടെ വാത്സല്യനിധിയായ ശർക്കരയമ്മ ഗ്രാമവാസികളുടെ കൺകണ്ട ദേവതയുടെ തിരുനാൾ ആഘോഷമായ മീനഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഇനി ഭക്തിനിർഭരവും വർണ്ണാഞ്ചിതവുമായ ഉത്സവനാളുകൾ. പതിനായിരക്കണക്കിന് സ്ത്രീഭക്തരുടെ മനസ്സിലെ മാതൃസ്നേഹം പൊങ്കാലയായി മൺകലങ്ങളിൽ തിളച്ചു പോകുന്ന പ്രസിദ്ധമായ ശർക്കര പൊങ്കാലയും 9 ദിവസത്തെ ആചാര അനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന കാളിയൂട്ട് മഹാത്മ്യവും 10 ദിനരാത്രങ്ങളിൽ വർണ്ണോജ്വലമായി നടക്കുന്ന മീനഭരണി മഹോത്സവമാണ് ശർക്കരയിലെ പ്രധാന ഉത്സവങ്ങൾ. ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയാലും അമ്മയിലുള്ള അകമഴിഞ്ഞ വിശ്വാസത്താലും ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തലക്ഷങ്ങൾ ഈ ദിവസങ്ങളിൽ തിരുനടയിൽ ദർശനത്തിനായി എത്തും. വർഷങ്ങൾ ഓരോന്നിങ്ങനെ പിന്നിടുന്തോറും അത്ഭുതപൂർവമായ തിരക്കാണ് ശർക്കര ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇത്തവണത്തെ ഉത്സവത്തിന് പത്തര മാറ്റാണ്. കാരണം ദശാബ്ദങ്ങളായി യാതൊരു വിഘ്നങ്ങളുമില്ലാതെ നടക്കുന്ന ദേശത്തിൻ്റെ ഈ മഹോത്സവത്തിൻ്റെ ദീപവിധാനത്തിന് ഇക്കുറി അനാവശ്യമായ തടസ്സങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുവാൻ എതിർപ്പുമായി വിഘടനവാദികളുടെ അച്ചാരം വാങ്ങിയ ചില മതേതര ഹൈന്ദവ കുലംകുത്തികൾ രംഗത്തെത്തി എന്നത് തന്നെയാണ്. ഹൈന്ദവൻ്റെ ആചാരങ്ങളെയും അവൻ്റെ ആരാധനാലയങ്ങളെയും അധിക്ഷേപിച്ചും അവഹേളിച്ചും അവനെ ഭിന്നിപ്പിച്ചും ക്ഷയിപ്പിച്ചും മുച്ചോട മുടിക്കാമെന്ന ചിന്ത ആര് പുലർത്തിയാലും അത് വെറും വ്യാമോഹം മാത്രമാണ്. ആ പരിപ്പും കൊണ്ട് കണ്ടം വഴി ഓടിക്കോണം. ഞങ്ങൾ ഹൈന്ദവർ ഒരു മാറ്റത്തിൻ്റെ ചിന്താധാരയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ആരെയൊക്കെ കൂട്ടുപിടിച്ച് അത് തകർക്കാൻ ശ്രമിച്ചാലും നഖശിഖാന്തം അത് ചെറുക്കാൻ കെൽപ്പുണ്ട്. ഞങ്ങൾക്ക് ശക്തി പകരാൻ 33 കോടി ദേവതകളും കാവുകളും കുളങ്ങളുമുണ്ട്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നു ദിനവും പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ക്ഷേത്രങ്ങൾക്കുള്ളിലെ ഊർജമുണ്ട്, അഗ്നിയുണ്ട്, അറിവിൻ്റെ ആഴിയുണ്ട്. ക്ഷേത്രങ്ങളും ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരവുമാണ് എന്ന് വാദിക്കുന്ന പുരോഗമന മതവാദികൾക്ക് ജാതീയ ചിന്ത വെടിഞ്ഞൊന്നിക്കുന്ന ഹിന്ദുവിൻ്റെ മേൽ അസഹിഷ്ണുത വളരാൻ തുടങ്ങി എന്നതിൻ്റെ തെളിവുകളാണ് പല സ്ഥലങ്ങളിലായി പല രീതികളിലുള്ള തടസ്സങ്ങൾ ഹൈന്ദവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അധികാരം കൊണ്ടും മസിൽ മാസ് കൊണ്ടും ഞങ്ങളെ ക്ഷയിപ്പിക്കാൻ നോക്കണ്ട. ബ്രഹ്മാണ്ടം മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ പോകുന്ന ഊർജ്ജമുള്ള അറിവിൻ്റെ ദീപങ്ങളുണ്ട് ക്ഷേത്രത്തിനുള്ളിലും ഞങ്ങളുടെ ഹൃദയത്തിലും. അതണയ്ക്കാൻ ശ്രമിക്കും തോറും ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. കോപാഗ്നിയിൽ മധുരാപുരി ചുട്ടരിച്ച കണ്ണകിയോടാ, തിന്മയുടെ തലയറുത്ത് നിണം കുടിച്ച രുദ്രയോടാ. അമ്മേ ഭദ്രകാളി, ദേവി ശർക്കരേശ്വരി, ഗ്രാമവാസികളെ കാത്തുകൊള്ളണേ ദേവി. മാർച്ച് 13 കൊടിയേറിയ ഉത്സവം തിരുവാറാട്ടോടെ മാർച്ച് 22 അവസാനിക്കുന്നത്. ഉത്സവകാലത്ത് നിത്യപൂജകളും വിശേഷാൽ പൂജകളും കലാപരിപാടികൾക്കുമൊപ്പം ദീപക്കാഴ്ചയും അന്നപ്രസാദവും ഹിന്ദുമത സമ്മേളനവും ഒക്കെയും ചേർന്നുള്ള വിരുന്നാണ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. 10ാം ദിവസം പുലരുമ്പോഴുള്ള ഉരുൾസന്ധിപ്പ് കാണേണ്ട ഒരു കാഴ്ചയാണ്. മണ്ണ് വാരിയെറിഞ്ഞാൽ തറയിൽ വീഴില്ലെന്നൊരു പഴമൊഴി കേട്ടിട്ടില്ലേ? അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് അവസ്ഥ. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പറമ്പിലും ജനസമുദ്രമാണ്. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ തുടങ്ങുന്ന ഗരുഡൻ തൂക്കം രാത്രി വളരെ വൈകിയാണ് അവസാനിക്കുന്നത്. അത്രയ്ക്കും തൂക്ക നേർച്ചക്കാരുണ്ടാവും. ഈ ദിവസങ്ങൾ ചിറയൻകീഴ് ഗ്രാമത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായി ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങൾ ഒരുപാടായി. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ചിറയൻകീഴുകാരെല്ലാം മറന്ന് ഓടിയെത്തുന്ന ഈ ദിവസങ്ങളും ആഘോഷങ്ങളും കണ്ട് ഹാലിളകുന്നവർ സ്വന്തം പുരയ്ക്കുള്ളിൽ തുള്ളിത്തീർക്കുക, അല്ലാതെ ഇങ്ങോട്ടിട്ടുണ്ടാക്കാൻ വരരുത്. എല്ലാ ശർക്കരയമ്മ ഭക്തർക്കും വിശ്വാസികൾക്കും മന്ത്രയുടെ ഉത്സവാശംസകൾ. ഏവർക്കും നന്മകളുണ്ടാകട്ടെ.